എന്നല്ല ഇസ്ലാമോ? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. ഞാൻ വേദഗ്രന്ഥം ഇറങ്ങിയത് നിസ്കരിക്കാൻ വേണ്ടി ആണെന്നല്ല പറഞ്ഞു. എന്തിനാ ഇറക്കിയത്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ വർത്തിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥം വന്നത്. വേദഗ്രന്ഥത്തിന് അത്രമേൽ പ്രധാനപ്പെട്ട പാർട്ടല്ല നിസ്കാരം. നിസ്കാരം ഒരു വലിയ പാർട്ടാണ്. അടിസ്ഥാനമുണ്ടെങ്കിൽ നിസ്കാരം പ്രധാനമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവൻ യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിസ്കാരം വലിയ കാര്യമാണ്. ഭക്തനല്ലെങ്കിൽ നിസ്കാരം ആക്റ്റാണ്. ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? യഖ്സിതു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ സ്വല്ലു ഹുവ അഖറബു ലിത്തഖ്വ. നിസ്കരിച്ചോളൂ, അതാണ് തഖ്വയുടെ അടുത്ത് ഏറ്റവും അടുത്ത് നല്ല ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നീതി ചെയ്യൂ, അതാണ് അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. അപ്പൊ തഖ്വയോട് ഏറ്റവും അടുത്തത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദൈവഭയം, അല്ലേ? ദൈവത്തെ സൂക്ഷിക്കൽ, അത് പറ അല്ലേ? ആണ്. ഈ ദൈവത്തെ സൂക്ഷിക്കുക എന്ന ഈ ഒരു ആശയത്തിൽ നിന്ന് നിസ്കാരത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നത് ഒരു 100ാം ക്ലാസ്സിലാണ്. എന്നാൽ 1ാം ക്ലാസ്സിൽ എന്ത് കിട്ടും? നീതിയുടെ കിട്ടും. ഒരു അമുസ്ലിമോ മുസ്ലിമോ എന്നവിടെ കണക്കില്ല. ഒരാൾക്ക് നിങ്ങൾ നീതി വാങ്ങിക്കൊടുക്കാൻ തയ്യാറായാൽ, അയാളോട് നിങ്ങൾ നീതിയോടെ കൂടെ ഇടപെട്ടാൽ, നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ തഖ്വ എന്ന ദൈവഭയം അതിൻ്റെ 100 ഇരട്ടി എന്തിൽ നിന്ന് കിട്ടും? പറ, എന്തിന് കിട്ടും? നീതിന് കിട്ടും. വേദഗ്രന്ഥം വന്നത് എന്തിനു വേണ്ടിയല്ല? നിസ്കരിപ്പിക്കാനല്ല. വേദഗ്രന്ഥം